കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കനത്ത പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 539 കൗൺസിലർമാർക്കാണ് വോട്ടുള്ളത്. കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് ചേരുന്നു. അനൽക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ഏതൊക്കെ തരത്തിലാണ്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, UDF സഖ്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിള്ളൽ ഉണ്ടായിരുന്നു. അതായത് ചെയർപേഴ്സൺ സീറ്റുമായി ബന്ധപ്പെട്ട് KSUവിന്റെയും MSFന്റെയും ഇടയിൽ അത്തരത്തിലൊരു തർക്കം രൂപപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് MSFും KSUവും UDF സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ KSU ആയിരുന്നു ഇത്തരത്തിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. MSF കഴിഞ്ഞ തവണ തന്നെ ആ ധാരണ, അല്ലെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സീറ്റിലേക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണമെന്നൊരു നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം KSU ആദ്യഘട്ടത്തിൽ അത്തരമൊരു, അതായത് ചെയർപേഴ്സൺ സ്ഥാനം KSUവിന് വേണമെന്നൊരു വാശി KSU പിടിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം UDF നേതൃത്വത്തിലൊക്കെ തന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ MSF ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 45 വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ MSF ഈ ചെയർപേഴ്സൺ സീറ്റിലേക്ക് മത്സരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടിയിട്ട് തന്നെ ഇത്തരത്തിൽ അനൽക, കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത മണിക്കൂറിൽ എത്താം. അനൽക സെയ്ദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.